ഇൻഷുറൻസ് എടുത്ത് എല്ലാ വർഷവും പ്രീമിയം അടച്ച് ഒരു ആവശ്യം വരുമ്പോൾ ക്ലെയിമിൻ്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ക്ലെയിം കിട്ടാത്തൊരവസ്ഥ പലരും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെ പറ്റി ചെയ്ത വീഡിയോകളിലെല്ലാം താഴെ നമുക്ക് കമൻറ്റുകൾ വരാറുണ്ട്, ഈ ഒരു ഇൻഷുറൻസ് കമ്പനി കോളില്ല, ഞാൻ ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്തു. അതേസമയം തന്നെ ആ ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുത്തവർക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ടാകും. സോ പലരുടെയും കേസിൽ ഇത് ഡിഫറൻ്റ് ആണ്. പല കാരണങ്ങൾ കൊണ്ട് ക്ലെയിം റിജക്റ്റ് ആയേക്കാം. നമ്മൾ പോളിസി എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ പോളിസി മനസ്സിലാക്കി എടുക്കണം. കുറേയൊക്കെ തെറ്റിദ്ധാരണകളാണ്, കുറേയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ സൈഡിലെ മിസ്റ്റേക്ക് കൊണ്ട് ക്ലെയിം റിജക്റ്റ് ആയെന്ന് വരാം. പക്ഷേ നമ്മുടെ സൈഡിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, നമ്മുടെ സൈഡിൽ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഇൻഷുറൻസ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹയർ അതോറിറ്റിയിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ആ ഒരു ക്ലെയിം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്കറിയാം, ഇപ്പോൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് ഒംബുഡ്സ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ RBI ലെവലിൽ നമുക്ക് ഡിജിറ്റൽ ഒംബുഡ്സ്മാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു ഇഷ്യൂ വന്നു, നമ്മൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്തു, നമ്മുടെ ഇഷ്യൂ സോൾവ് ആയില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ സൈഡിൽ നിന്നും അടുത്തൊരു ലെവലിലേക്ക് പോകും, നോഡൽ ഓഫീസർ ലെവലിലേക്കൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കും. അവിടെ നിന്നും സെയിം റെസ്പോൺസ് ആണ്, നമ്മുടെ ഇഷ്യൂ നമുക്ക് സോൾവ് ആയി കിട്ടിയില്ല, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് RBI ഡിജിറ്റൽ ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. എങ്ങനെ നമുക്ക് RBI ഡിജിറ്റൽ ഒംബുഡ്സ്മാനെ കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നതിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ എങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇൻഷുറൻസ് ഒംബുഡ്സ്മാന് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ആദ്യം നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനി ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കറിനാണ്. ആ ഒരു ലെവലിൽ നമുക്കൊരു റെസ്പോൺസ് കിട്ടിയില്ല, അതുപോലെ തന്നെ കിട്ടിയ റെസ്പോൺസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുക. നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കറിന് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ 30 ദിവസമായിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റെസ്പോൺസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് ഡയറക്റ്റായിട്ട് ആദ്യം പോയിട്ട് ഇൻഷുറൻസ് ഒംബുഡ്സ്മാന് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇൻഷുറൻസ് കമ്പനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡേറ്റ് മുതൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇൻഷുറൻസ് ഒംബുഡ്സ്മാന് ആ ഒരു പർട്ടിക്കുലർ പരാതിയുമായി ബന്ധപ്പെടുന്ന കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷുറൻസ് ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കണ്ടീഷൻ, നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന തുക 50 ലക്ഷം രൂപയിൽ കൂടാനും പാടില്ല. പിന്നെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് നമ്മൾ കോർട്ടിലോ അല്ലെങ്കിൽ മറ്റു ഫോറത്തിലോ ഒന്നും കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻഷുറൻസ് ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി എങ്ങനെ ഇൻഷുറൻസ് ഒംബുഡ്സ്മാനെ കംപ്ലയിൻറ്റ് കൊടുക്കാം? നമുക്ക് ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ അവരുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഓഫീസുകളുണ്ട്, ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഓഫീസ് ലഭ്യമാണ്, അപ്പോൾ ഓഫീസ് വഴി നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യണം. ലൈക്ക് നമ്മൾ പ്രീവിയസ്ലി കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മളുടെ മെഡിക്കൽ ബില്ലുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പോളിസിയുടെ ഒരു കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നമുക്കും ഇടയിൽ ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് വർക്ക് ചെയ്യും. ആ ഒരു ഒത്തുതീർപ്പാണ് വരുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒത്തുതീർപ്പിലെത്തുന്ന ഒരു നഷ്ടപരിഹാര തുക 15 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് നൽകണമെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇൻഷുറൻസ് കമ്പനിക്ക് നമുക്കും ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ ഒരു വിധി പ്രഖ്യാപിക്കും. ആ ഒരു വിധി നമ്മൾ അനുസരിക്കുകയായിരിക്കും വേണ്ടത്. ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ എങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. ഇതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ഇൻഷുറൻസ് കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കറിന് കംപ്ലയിൻറ്റ് കൊടുക്കണം. ആ കംപ്ലയിൻറ്റിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്കൊരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ല ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയ റെസ്പോൺസ് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത തീയതി മുതൽ ഒരു വർഷത്തിനുള്ളിലാണ് നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരാനായിട്ട് പാടില്ല. ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ്റെ ഓഫീസിലേക്ക് പോയോ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാനും കഴിയും. പിന്നെ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് ഫോം ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ്റെ ഓഫീസ് അറിയാനായിട്ട് ഇവിടെ വെബ്സൈറ്റിൽ തന്നെ അറിയാനായി കഴിയും. ഇത്രയും ഏരിയയിലാണ് ഇപ്പോൾ നിലവിൽ ഓഫീസ് ഉള്ളത്. അഹമ്മദാബാദ്, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ. ഇതിൽ നമുക്ക് തൊട്ടടുത്തുള്ളത് നമുക്ക് കൊച്ചിയിൽ അവൈലബിൾ ആണ്. കൊച്ചി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള ഇൻഷുറൻസ് ഒംബുഡ്സ്മാൻ്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ് ഉണ്ട്, ടെലിഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. കേരള, ലക്ഷദ്വീപ്, അതുപോലെ തന്നെ മാഹി, പാറ്റ്, അത്രയും
ഏരിയയിലെ ഈ ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാനാണ് ഈ ഒരു ശ്രീ പ്രദീപ് കുമാർ ജെയിൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഓഫീസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് കംപ്ലയിൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്ക് നമുക്ക് നേരിട്ട് പോകാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. ഇമെയിൽ ഐ ഡി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിയും കാണും. ഇതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഹോം പേജിൽ തന്നെ ഓക്കെ രജിസ്റ്റർ മൈ കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് വരുന്ന വിൻഡോ ഇതാണ്. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ആർക്ക് എഗെയിൻസ്റ്റ് ആണോ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അത് ചൂസ് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആണോ, ഇൻഷുറൻസ് ബ്രോക്കറിന് എഗെയിൻസ്റ്റ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന വിൻഡോ ഇതാണ്. ഇവിടെ നമ്മളുടെ പേര്, അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻ വിത്ത് ഇൻഷുർഡ് പേഴ്സൺ, സെൽഫ് ആണെങ്കിൽ ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കാണെങ്കിൽ അത്, നമ്മളുടെ ജെൻഡർ, നമ്മുടെ ഇമെയിൽ ഐ ഡി, ലാൻഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ പിൻ കോഡ് എന്നിവ എൻ്റർ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് വരും. അതിനകത്തൊരു കാര്യം എഗ്രി ചെയ്യണം. നമ്മൾ ആദ്യം ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കറിന് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു, കിട്ടിയ റെസ്പോൺസിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് 1 വർഷത്തിനുള്ളിലാണ് ഇത് ഓംബുഡ്സ്മാന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ എഗ്രി ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പോളിസി നമ്പർ എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ കോമ്പൻസേഷൻ എമൗണ്ട് എൻ്റർ ചെയ്യുക, ഡേറ്റ് ഓഫ് ഒക്യുറൻസ് അതും എൻ്റർ ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് കംപ്ലയിൻറ്റിൻ്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് ആണ്. ടൈറ്റിൽ, പേര്, അതുപോലെ തന്നെ കംപ്ലയിൻറ്റിൻ്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. ഓംബുഡ്സ്മാൻ സെൻറ്റർ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ കൊച്ചിയാണ്, അപ്പോൾ കൊച്ചി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്ത ഒരു ഡേറ്റ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, ജനറൽ ഇൻഷുറൻസ് ആണോ, ലൈഫ് ഇൻഷുറൻസ് ആണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ ഒരു കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യണം. പിന്നെ KYC പർട്ടിക്കുലർസ് ലൈക്ക് ആധാർ കാർഡ്, പാൻ, ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ക്ലെയിമില്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ചെയ്തതിൻ്റെ കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു കോപ്പി അപ്ലോഡ് ചെയ്യണം. പിന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതും അറ്റാച്ച് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ അവിടെ വരും. അത് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. കംപ്ലയിൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുവാൻ നേരം നമുക്ക് ഈ രീതിയിലൊരു കംപ്ലയിൻറ്റ് നമ്പർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ ഡോക്യുമെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. നമ്മളങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കംപ്ലയിൻറ്റ് ട്രാക്ക് ചെയ്യാം. ട്രാക്ക് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP വെച്ച് നമ്മുടെ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായി കഴിയും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.